Okay, next problem. A rectangular prism of dimension 80 by 40 by 32 mm is lying on the ground in such a way that one of the largest faces on the ground. Okay, ഓർത്താണ് നമ്മൾ ഓരോ സെൻറ്റൻസും വായിച്ചു നോക്കുമ്പം ക്വസ്റ്റ്യൻ തറവായിട്ട് മനസ്സിലാക്കി വായിക്കുക. ഓക്കെ, വൺ ഓഫ് ദി ലാർജസ്റ്റ് ഫേസ് ഈസ് ഓൺ ദി ഗ്രൗണ്ട്. ഓക്കെ, a vertical edge is 10 mm behind the picture plane and longer face containing that edge makes an angle 30 degree with picture plane. The station point is 80 mm in front of the picture plane, 60 mm above the ground plane and lies on a center plane which passes through the center of the prism. Draw the perspective view. Okay, so ഈ കേസിനകത്ത് നമുക്ക് ഫസ്റ്റ് കേസ് നമുക്ക് ഒബ്ജക്റ്റിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഒബ്ജക്റ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഒബ്ജക്റ്റ് എങ്ങനെ ഇരിക്കുക? എ റെക്ടാങ്കുലർ പ്രിസം. ഡയമെൻഷൻ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 80 by 40 by എത്രയാണ്? 32 എന്ന് തോന്നുന്നു അല്ലേ? സോ ഇറ്റ് ഈസ് 80, 40 by 32 എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, സോ എങ്ങനെ റെസ്റ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ലൈങ് ഓൺ ദി ഗ്രൗണ്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ലാർജസ്റ്റ് ഫേസ് ഈസ് ഓൺ ദി ഗ്രൗണ്ട് അല്ലേ? ലാർജസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഏതാണ്? 40 by 80 അല്ലേ? ഇതാണ് ലാർജസ്റ്റ് ഫേസ്. 80 by 40. സോ ഇതാണ് ലാർജസ്റ്റ് ഫേസ്. സോ ലാർജസ്റ്റ് ഫേസ് ഈസ് ഓൺ ദി ഗ്രൗണ്ട്. ഓക്കെ, എങ്ങനെ ഇരിക്കുക? In such a way that one of the largest face, okay, a vertical edge is 10 mm behind the picture plane and longer face containing that edge makes an angle 30 degree with the picture plane. Okay, അപ്പോൾ എങ്ങനെ ഇരിക്കുക? സോ ഇത് ഇങ്ങനെ ഇരിക്കുന്നു. എവിടെ ഇരിക്കുക? ഇത് റെസ്റ്റിംഗ് ഓൺ ദി ഗ്രൗണ്ട് പ്ലെയിൻ. ഗ്രൗണ്ട് പ്ലെയിനിൽ ഇരിക്കുകയാണ്. ഒബ്ജക്റ്റ് ഗ്രൗണ്ട് പ്ലെയിനിൽ ഇരിക്കുകയാണ്. എങ്ങനെ ഇരിക്കുക? വൺ ഓഫ് ഹിസ് വെർട്ടിക്കൽ എഡ്ജ്. അപ്പം വെർട്ടിക്കൽ എഡ്ജ് എന്ന് പറയുന്നത് ഏതാകും? നോക്കിയേ, ഇതെങ്ങനെയാണ്? അതിൻ്റെ സൈസ് എങ്ങനെയാണ്? ഇത് 80, ഇത് 40. സോ വാട്ട് ഈസ് ദിസ് ലെങ്ത്? 32 mm ആയിരിക്കും അല്ലേ? ഇത് 32 ആയിരിക്കും. ഇത് ലാർജസ്റ്റ് ഫേസ് ഈസ് ഓൺ ദി ഗ്രൗണ്ട് പ്ലെയിൻ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് 80 ആണ്, ഇത് 40 ആണ് എങ്കിൽ ഇതെന്തായിരിക്കും? ഇത് 32 mm ആയിരിക്കും അല്ലേ? സോ ദി ലാർജസ്റ്റ് ഫേസ് ഈസ് ഓൺ ദി ഗ്രൗണ്ട്. പിന്നെ എങ്ങനെ ഇരിക്കുക? ഇതിൻ്റെ വൺ ഓഫ് ഹിസ് വെർട്ടിക്കൽ എഡ്ജ്. സോ വൺ ഓഫ് ഹിസ് വെർട്ടിക്കൽ എഡ്ജ് എത്ര മില്ലിമീറ്റർ ബിഹൈൻഡ് ദി പിക്ചർ പ്ലെയിൻ എന്നാണ് പറയുന്നത്? ഇസ് 10 mm ബിഹൈൻഡ് ദി പിക്ചർ പ്ലെയിൻ. ഓക്കെ, സോ നമ്മുടെ പിക്ചർ പ്ലെയിൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ, സോ ഇവിടെ പിക്ചർ പ്ലെയിൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് നിൽക്കുക? നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള വെർട്ടിക്കൽ എഡ്ജ്. സോ ഈ വെർട്ടിക്കൽ എഡ്ജ്, നിയറസ്റ്റ് ആയിട്ടുള്ള വെർട്ടിക്കൽ എഡ്ജ് വിച്ച് ഈസ് എത്ര മില്ലിമീറ്റർ ബിഹൈൻഡ് ദി പിക്ചർ പ്ലെയിൻ ആണ്? 10 mm ബിഹൈൻഡ് ദി പിക്ചർ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ കേസസ് നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് ആദ്യം റെപ്രസെൻറ്റ് ചെയ്യാം, പിന്നെ അതിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ടോപ്പ് വ്യൂ റെപ്രസെൻറ്റ് ചെയ്യാം ആൻഡ് ഫ്രണ്ട് വ്യൂ റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ വേറൊരു കേസും കൂടെ പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ എന്താണ് നിയറസ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് എത്രയാണ്? 10 mm ബിഹൈൻഡ് ദി പിക്ചർ പ്ലെയിൻ ആൻഡ് ഓൾസോ ദി ലോങ്ങർ ഫേസ് കണ്ടെയ്നിങ് ദാറ്റ് എഡ്ജ്. ഏതാണ്? ഈ എഡ്ജുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ലോങ്ങർ ഫേസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 30 degree inclined to the picture plane. 30 degree പിക്ചർ പ്ലെയിനുമായിട്ട് 30 degree ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുക. ഓക്കെ, സോ നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂവും ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാം. പിക്ചർ പ്ലെയിനിൻ്റെ ടോപ്പ് വ്യൂ വരച്ചു. പിന്നെ 10 mm ബിഹൈൻഡ് ദി പിക്ചർ പ്ലെയിൻ ആയിട്ടാണ് എന്ത് നിൽക്കുക? നിയറസ്റ്റ് വെർട്ടിക്കൽ എഡ്ജ് നിൽക്കുക അല്ലേ? സോ ഇങ്ങനെ ഇരിക്കുന്നു. സോ പിക്ചർ പ്ലെയിനിൽ നിന്നും 10 mm ബിഹൈൻഡ് ആയിട്ടാണ് ഈ പോയിന്റ് അല്ലേ? സോ ഈ എഡ്ജ് മീൻസ് നമ്മൾ ടോപ്പിൽ നോക്കുമ്പോൾ ഈ പോയിന്റ് കാണാം അല്ലേ? സോ ഈ പോയിന്റ് എത്ര മില്ലിമീറ്റർ ബിഹൈൻഡ് ആയിട്ടാണ്? 10 mm ബിഹൈൻഡ് ദി പിക്ചർ പ്ലെയിൻ. സോ ഈ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുവാണ്. ഇനി ഈ എഡ്ജ് ആയിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ലോങ്ങർ ഫേസ്. സോ ഇതാണ് ലോങ്ങർ ഫേസ് അല്ലേ? സോ ഇതെങ്ങനെ നിൽക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഈസ് 30 degree inclined to the picture plane. സോ ഇത് 30 degree inclined to the picture plane ആയിട്ടാണ് നിൽക്കുക. സോ ഇതാണ് നമ്മുടെ പിക്ചർ പ്ലെയിൻ. പിക്ചർ പ്ലെയിനും ജസ്റ്റ് പാരലൽ ലൈൻ വരച്ചു. ഇനി 30 degree inclined to the picture plane ആയിട്ട് 30 degree inclined to the picture plane ആയിട്ട് ലോങ്ങർ ഫേസ് അല്ലേ ഉണ്ട്. സോ ഇതിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം. എത്രയുടെ ലെങ്ത്? സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 80 mm. സോ മാർക്ക് ചെയ്യാം. സോ ഇറ്റ് ഈസ് 80 mm. ദെൻ ഇതിൻ്റെ സൈസ് എത്രയാ?
So in the size of Triana, that is, I think it is 40 millimeter. So it is 80 millimeter and it is 40 millimeter. Okay. So we represent here, it is A, B, C, D, bottom E, F, G, H. Okay. Now, this same case we front view represent here. So front view represent here means we ground line. So projectiles varikkunnu. So the height it is 32 millimeter. So it is 32 millimeter. So just to represent here, it is 32 millimeter. mm. So it is invisible edge A visible. So points mark here, it is D dash H dash. A dash E dash. C dash G dash. And B dash F dash. Okay. Now we will center plane mark. So center plane passes the center plane which passes through the center of the prism. Center plane is center of the prism. Okay. So we will just object in the center just mark. So center plane mark. So center plane center plane that will pass through the center of the prism. So prism in the center. So it is our center plane. Just represent here, it is CP, that is the center plane. So center plane is the eye. So eye position correct question the station point is 80 millimeter in front of the picture plane. 60 millimeter above the ground plane. So ground plane is 60 millimeter above. So position we can mark it is 60 millimeter above the ground plane. So 60 millimeter above the ground plane. So above the ground plane in the okay. So this is just so that means it is the horizon line. Station point elevation pass that is the horizon line. So that's mark horizon line means station point ground plane parallel plane. So that will pass through the station point. Kannikudi pass the plane. Kannikudi pass the plane. That is station point could pass the plane. That is parallel to the ground plane. Parallel to ground plane at station point pass the plane. So the line of intersection between this ground plane
line, ground line of intersection between this ground plane and picture plane, that is ground horizon line, sorry, horizon plane and picture plane, that is the horizon line അല്ലേ. അപ്പോൾ ആ ഹൊറൈസോൺ ലൈനിലായിരിക്കും എന്ത് കാണുക, സ്റ്റേഷൻ പോയിന്റ് എലിവേഷൻ കാണുക അല്ലേ. അത് എപ്പോഴും ഓർത്തോണം, സ്റ്റേഷൻ പോയിന്റ് എലിവേഷൻ എന്ന് പറയുന്നത് എവിടെ കാണും, ഹൊറൈസോൺ ലൈനിലായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റേഷൻ പോയിന്റിന്റെ എലിവേഷൻ ഇവിടെ കാണും, ദാറ്റ് ഈസ് SP'. എത്ര മില്ലിമീറ്റർ എബോവ് എന്താണ് ഗ്രൗണ്ട് പ്ലെയിൻ ആണ്, 60 മില്ലിമീറ്റർ എബോവ് ഗ്രൗണ്ട് പ്ലെയിൻ. അതുപോലെ തന്നെ എവിടെ കാണും ഇതിൻ്റെ ടോപ്പ് വ്യൂ, ഇറ്റ് ഈസ് 80 millimeter in front of the 80 millimeter in front of the picture plane അല്ലേ. പിക്ചർ പ്ലെയിനിൽ നിന്നും 80 millimeter ഇൻ ഫ്രണ്ട് ഓഫ് ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റേഷൻ പോയിന്റിന്റെ ടോപ്പ് വ്യൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വരയ്ക്കാം, ഇനി നമുക്ക് കറക്റ്റായിട്ട് വിഷ്വൽ റേസ് മാർക്ക് ചെയ്യാം. സോ സ്റ്റേഷൻ പോയിന്റിന്റെ ടോപ്പ് വ്യൂ DH വിഷ്വൽ റേ, സോ AE വിഷ്വൽ റേ, BF വിഷ്വൽ റേ, CG വിഷ്വൽ റേ. ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റേഷൻ പോയിന്റിന്റെ ഫ്രണ്ടിൽ നിന്നും വരയ്ക്കാം. സോ D', A', H', E', C', G', B', F'. ഓക്കെ, വിഷ്വൽ റേസ് കംപ്ലീറ്റ് നമ്മൾ വരച്ചു. ഇനി എന്ത് ചെയ്യണം, ഇനി എന്താ ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് പിക്ചർ പ്ലെയിനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന പിയേഴ്സ് ചെയ്ത് പോകുന്ന പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലേ. സോ ഇറ്റ് ഈസ് D1H1, DH പാസ് ചെയ്ത് പോകുന്ന പോയിന്റ്, ദാറ്റ് ഈസ് D1H1 പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് അല്ലേ. A1E1, then C1G1, B1F1. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഡ്രോ, നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, DH, AE അല്ലെങ്കിൽ CG, BF ഇതിന്റെ ആക്ച്വൽ പോയിന്റ്സ് എവിടെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ. ആക്ച്വൽ പോയിന്റ്സ് എവിടെയുണ്ട്, സ്റ്റേഷൻ പോയിന്റിന്റെ എലിവേഷനിൽ നിന്നും നമ്മൾ ഈ എലിവേഷനിലേക്ക് വരച്ചിരിക്കുന്ന ഈ വിഷ്വൽ റേസിൽ എവിടെയോ ഉണ്ട് നമ്മുടെ ആക്ച്വൽ പോയിന്റ്സ്. ഇത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, പിക്ചർ പ്ലെയിനിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന പർട്ടിക്കുലർ പോയിന്റ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, സോ എവിടെയുണ്ടോ ഇതിൻ്റെ ടോപ്പ് വ്യൂ, എവിടെയുണ്ടോ ഇതിൻ്റെ പ്ലാൻ, അവിടെ അതിൽ നിന്നും ജസ്റ്റ് ഡ്രോ എ പെർപെൻഡിക്കുലർ, ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ അവിടെ കാണും എന്ത്, അവിടെയുണ്ട് ഇവിടെ ഇതിൻ്റെ എലിവേഷൻ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. സോ ഇത് DH പാസ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് ആണ്. സോ ജസ്റ്റ് ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ, സോ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. സോ D1H1 കൂടെ പിയേഴ്സ് ചെയ്തിരിക്കുന്ന പോയിന്റിൽ നിന്നും ജസ്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഇവിടെ D ഉണ്ട്, H എവിടെയുണ്ട്, സോ ഇവിടെ H ഉണ്ട്. ഇനി AE അല്ലേ, സോ A1E1 പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക. ഇയിലേക്ക് പിയേഴ്സ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് കിട്ടും. സോ ഇറ്റ് ഈസ് E and A. കിട്ടി, E കിട്ടി. ഇനി C and G, just draw a perpendicular. C and G, so it is C, it is G. C and G. Then ഏതാ നമുക്കുള്ളത്, B and F അല്ലേ. Draw a perpendicular. So B and F.
ഓക്കെ, ഇപ്പം എല്ലാ പോയിന്റ്സും നമുക്ക് കിട്ടി. എ ബി സി ഡി ഇ എഫ് ജി എച്ച്. ഓക്കെ, നമുക്ക് നോക്കിയേ എങ്ങനെയായിരിക്കും ഒബ്ജക്റ്റിനെ കാണുക. നമ്മുടെ കണ്ണെവിടെ നിൽക്കുക, കണ്ണ് നോക്കിയേ ഏതാണ്ട് 80 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദി പിക്ചർ പ്ലെയിൻ. ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുക അല്ലേ. സോ ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ, ഏതാണ്ട് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നു അല്ലേ. ഒബ്ജക്റ്റ് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ കണ്ണിരിക്കുന്നത് ഏതാണ്ട് ഇതിൻ്റെ സെൻട്രലാണ്, ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററായിട്ട് വരും. പിന്നെ കണ്ണ് നിൽക്കുന്നത് എവിടെയാണ്, ഈ ഹൈറ്റ് എത്രയാണ്, ഇത് 32 മില്ലിമീറ്റർ ഉള്ളൂ. സോ കണ്ണ് നിൽക്കുന്നത് എവിടെയാണ്, ഇറ്റ് ഈസ് 60 മില്ലിമീറ്റർ അബോവ് ദി ഗ്രൗണ്ട് പ്ലെയിൻ അല്ലേ. ഈ ഹൈറ്റ് എത്രയേ ഉള്ളൂ, ഇറ്റ് ഈസ് 32 മില്ലിമീറ്റർ ഉള്ളൂ. പക്ഷേ കണ്ണ് നിൽക്കുന്നത് 60 മില്ലിമീറ്റർ അബോവ് ദി ഗ്രൗണ്ട് പ്ലെയിൻ. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ ഒബ്ജക്റ്റിന്റെ ടോപ്പ് തന്നെ കാണിച്ചാലും കാണാൻ പറ്റും അല്ലേ. സോ ടോപ്പിൽ എന്താ ഉള്ളത്, ദിസ് ABCD അല്ലേ. ABCD ഓൾവേസ് വിസിബിൾ അല്ലേ. അപ്പോൾ നമുക്ക് അന്നേരം മാർക്ക് ചെയ്യാൻ പറ്റും. ABCD ടോപ്പ് എപ്പോഴും വിസിബിൾ ആയിരിക്കും, ഇതിൻ്റെ ടോപ്പ് കംപ്ലീറ്റ് വിസിബിൾ ആയിരിക്കും. ദറ്റ് ഈസ് ABCD. ഒന്നും നോക്കാതെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ABCD ദാറ്റ് ഷുഡ് ബി ഓൾവേസ് വിസിബിൾ ആയിരിക്കും അല്ലേ. ഇനി നോക്കിയേ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ തന്നെ എന്താണ് ഈ ബൗണ്ടറി എഡ്ജസ് വേണേൽ വരയ്ക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. സോ ഇവിടെ നിന്നും ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുക. സോ ഫ്രണ്ടിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ടോപ്പ് പൊസിഷൻ നോക്കി, ഇത് 80 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദി പിക്ചർ പ്ലെയിൻ ആയിട്ടാണ് നിൽക്കുക അല്ലേ, നമ്മുടെ കണ്ണ് നിൽക്കുക. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, വേറെ ഒരു തടസ്സവും ഇല്ല. ഈ എഡ്ജ് കംപ്ലീറ്റും വിസിബിളാണ്. നമുക്ക് ആകെ ഒരു പ്രോബ്ലം ഉള്ളത്, ഇതിലേക്ക് മാത്രമേ നമുക്ക് ഇത് മാത്രം ഇൻവിസിബിൾ ആകാനുള്ള പോസിബിലിറ്റി ഉള്ളൂ അല്ലേ. ഇവിടെ ഈ പോയിന്റ് വിസിബിൾ ആണ്, ബട്ട് ഈ എഡ്ജും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്ജസും ഇൻവിസിബിൾ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ. ദാറ്റ് മീൻസ് ഇവിടെ സി ജിയിലേക്കുള്ള എഡ്ജസ് മാത്രം ഇൻവിസിബിൾ ആകാനുള്ള പോസിബിലിറ്റി ഉള്ളൂ, ബട്ട് ബാക്കിയുള്ളതെല്ലാം കംപ്ലീറ്റും വിസിബിൾ ആയിരിക്കും അല്ലേ. സോ DH വിസിബിൾ, HE വിസിബിൾ, EF വിസിബിൾ, BF വിസിബിൾ, ദെൻ FG എന്തായിരിക്കും, ഇൻവിസിബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ CG എങ്ങനെയായിരിക്കും, ദാറ്റ് ഈസ് ഓൾസോ ഇൻവിസിബിൾ ആയിരിക്കും. ദെൻ GH എങ്ങനെയായിരിക്കും, ദാറ്റ് ഈസ് ഓൾസോ ഇൻവിസിബിൾ ആയിരിക്കും. AE നമ്മൾ വിട്ടുപോയായിരുന്നു. AE എങ്ങനെയായിരിക്കും, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അത് നമ്മൾ നോക്കിയാൽ നേരിട്ട് കാണുന്ന സാധനമാണ്. സോ AE ഏറ്റവും ഫ്രണ്ട് നിൽക്കുന്ന എഡ്ജാ. സോ ദാറ്റ് ഷുഡ് ബി ഓൾവേസ് വിസിബിൾ അല്ലേ. സോ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന വ്യൂ. ദാറ്റ് ഈസ് AE. എല്ലാ പോയിന്റും ആയില്ലേ, ABCD അല്ലേ. സോ C നിങ്ങൾക്ക് കാണാവോ, സോ ഇത് C. സോ ABCD DH AE EF BF അല്ലേ, എല്ലാം വിസിബിൾ ആയിരിക്കും അല്ലേ. ആകെ ഇൻവിസിബിൾ ആകുന്നത് CG GH ആൻഡ് FG ഇത്രേ ഉള്ളൂ അല്ലേ. സോ ഇതും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ.